കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവി, എന്താ ഇത്? എന്റെ ശിരസിൽ തീർത്ത ജലവും നരകയിൽ കുങ്കുമവും. സഞ്ജു എന്തായി കാണിച്ചത്? പൂജാമുറിയിൽ കൊണ്ടുവെക്കേണ്ട തീർത്ഥവും കുങ്കുമമായിരുന്നു. ദൈവകോപം വരുത്തി വെച്ചല്ലോ ഈശ്വരൻ. നീ അത് കൈവിട്ട് കളയൊന്ന് ഞാൻ കരുതിയോ? പിന്നെ പെട്ടെന്ന് പിടിച്ച് ആരാ പേടിച്ചു പോവാത്തെ? ഒറ്റ വീക്ക് വെച്ചിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? എന്താ എന്താ മോളെ? ഇത് കണ്ടോ അമ്മേ? സഞ്ജു പിന്നിലൂടെ വന്ന് എന്നെ പേടിപ്പിച്ചു. എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി. ഈശ്വര, അഭിഷേക ജലവും കുങ്കുമവും താഴെ പോയോ? അയ്യോ, എന്റെ ഈശ്വര, അയ്യോ അയ്യോ മോളെ, മോളുടെ ദേഹത്താണ് അത് വന്നു വീണേ? അതെ അമ്മേ. അയ്യോ, നീ ഇവിടെ നിൽക്കുവായിരുന്നോ അമ്മു? ആശ്ചര്യമായിരിക്കുന്നല്ലോ ദേവി. ഭർത്താവ് കൂടെയില്ലെങ്കിലും ഇവരുടെ കുസൃതി കൊണ്ട് ലക്ഷ്മി ദേവി നിന്നെ അനുഗ്രഹിച്ചല്ലോ മോളെ. അമ്മ പറഞ്ഞത് സത്യമാ. ഒരുപക്ഷെ സഞ്ജു അറിയാതെ ചെയ്തത് അമ്മുവിന് ഇങ്ങനൊരു ഭാഗ്യം കിട്ടാനാവും. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ചേച്ചിയുടെ രാജകുമാരൻ അറിയാതെ ചെയ്താലും നല്ലത് ചെയ്യും. അമ്മുവിന്റെ ആഗ്രഹം സഫലമായി. സഞ്ജു അഭിഷേകം ചെയ്തതും കുങ്കുമം അർപ്പിച്ചതും സ്വന്തം ഭാര്യയാണെന്നും ഇവരാരും അറിയുന്നില്ലല്ലോ. ഗൗതം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ആദ്യത്തെ ലക്ഷ്മി പൂജയാണ് കഴിഞ്ഞത്. ആ താലം കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ സൗകര്യം പോലെ എനിക്ക് എന്തും ചെയ്യാമായിരുന്നു. അവിടെയും ഒരു തടസ്സമായി വന്നത് ശ്രീദേവിയാ. അവളെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ശ്രീകുട്ടി ഇപ്പോൾ അഭിഷേക തീർത്ഥവും കുങ്കുമവും പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് പോയിട്ടുണ്ടാവും. അതിൽ കുറച്ച് തീർത്ഥവും കുങ്കുമവും കൈക്കലാക്കിയേ തീരൂ. സോറി അമ്മു. ചേച്ചി പൊക്കോ, ഞാൻ ഇവിടെ വൃത്തിയാക്കിക്കോളാം. സഞ്ജു ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ കരുതിയതാണോ അമ്മു? അപ്പൊ തന്നെ സഞ്ജു റൂമിൽ കയറി വാതിലടച്ചിരിക്കുക. ദേവി കോപം വരുമെന്ന എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി. അറിവില്ലാതെ ചെയ്യുന്നത് ദേവി ക്ഷമിക്കും. ശ്രീകുട്ടി, എന്താ ഇവിടെ സംഭവിച്ചേ? അത് പിന്നെ ഇളയമ്മ തീർത്ഥവും കുങ്കുമവും തട്ടി താഴെയിട്ടതാ. എന്താ ഈ കേൾക്കുന്നേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇതൊക്കെ തട്ടിയിടാൻ? ക്ഷമിക്കില്ലടി നിന്നോട് ഞാൻ. അയ്യോ ഇളയമ്മ, അവളെ വിട്. എന്റെ കയ്യിൽ നിന്നാ പോയത്. സഞ്ജു പിന്നിലൂടെ വന്ന് പേടിപ്പിച്ചതാ. എന്നിട്ട് മുഴുവനും പോയോ? മുഴുവനും മറിഞ്ഞുപോയി ഇളയമ്മ. ഇവളുടെ ദേഹത്ത് എങ്ങനെ കുങ്കുമം വന്നത്? ഇവളെ അഭിഷേകം ചെയ്ത പോലെ ഉണ്ടല്ലോ. കുങ്കുമവും തീർത്ഥവും ചെന്ന് വീണതേ അമ്മുന്റെ ദേഹത്താ. ഭർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടും നിനക്കും ഭാഗ്യം കിട്ടിയല്ലോടി. അമ്മു ചെന്ന് ഫ്രഷ് ആയിട്ട് വാ.
ഞാൻ രാജുവിനെ വിട്ടതൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചോളാം. ചെല്ലേ. ഇതൊന്നും കുട്ടിക്കളിയല്ല. ഞാൻ എന്ത് ചെയ്യാനാ ഇളയമ്മേ? പേടിപ്പിച്ചപ്പോ താലം കയ്യിൽ നിന്ന് പോയതാ. ഇളയമ്മ ക്ഷമിക്ക്. ഒരു നുള്ളു കുങ്കുമം പോലും ഇല്ലാതെ ആ പെണ്ണ് തുടച്ചെടുത്തു. ഭാഗ്യക്കേടെന്നല്ലാതെ എന്ത് പറയാനാ. മംഗലശ്ശേരിയിലെ ലക്ഷ്മി പൂജ നടന്നിട്ട് വിവാഹിതയായ മകൾക്ക് മാത്രം സിന്ദൂരമണിയാൻ കഴിഞ്ഞില്ല. വേലക്കാരി പെണ്ണിന് പോലും ആ സൗഭാഗ്യമുണ്ടായി. തിരിച്ചറിവില്ലാത്തൊരു പെണ്ണിന്റെ കയ്യില് തീർത്ഥവും കുങ്കുമവും കൊടുത്തു വിട്ടവളെ വെറുതെ വിടില്ല ഞാൻ. കൊലപാതകി നരേന്ദ്രൻ തമ്പി രാജിവെക്കുക. രാജിവെക്കൂ, പുറത്തു പോകൂ. കൊലയാളി നരേന്ദ്രൻ തമ്പിയെ ജയിലിലടയ്ക്കൂ. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. കൊലയാളി നരേന്ദ്രൻ തമ്പിയെ അറസ്റ്റ് ചെയ്യുക. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. കൊലയാളി നരേന്ദ്രൻ തമ്പി രാജിവെക്കുക. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. അവന്റെ ഒക്കെ നെഞ്ചത്ത് ഞാൻ വണ്ടി കെട്ടിയിറക്കും. കൊലപാതകി നരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുക. രാജിവെക്കൂ, പുറത്തു പോകൂ. കൊലയാളി നരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോവുക. രാജിവെക്കൂ, പുറത്തു പോകൂ. പഞ്ചായത്ത് ഉപരോധം സിന്ദാബാദ്. രാജിവെക്കൂ, പുറത്തു പോകൂ. നരേന്ദ്രൻ തമ്പിയെ ജയിലിലടയ്ക്കുക. ഞാൻ കൊലയെടുത്തത് നീ കണ്ടോളാം. അത് പോലീസ് തെളിയിച്ചോളും. ആരോപണം നേരിടുന്ന നരേന്ദ്രൻ തമ്പി പദവി രാജിവെക്കണം. താനാണോ എനിക്ക് പദവി തന്നത്? എന്നോട് മത്സരിച്ച് തോറ്റതിന്റെ ചൊരുക്കി കാണിക്കേണ്ടതേ എന്റെ വീട്ടിൽ രോഗിയായ തള്ളം മരിച്ചത് വെച്ചല്ല. പിന്നെ കുഞ്ഞൂട്ടം കൊണ്ട് കേസ് കൊടുത്തതോ? അർജുന പോലീസ് പിടിച്ചോണ്ട് പോയതോ? പ്രതിപ്പട്ടിയിൽ അവന്റെ പേരുണ്ടോ? എന്റെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാം. ആ തള്ളയ്ക്ക് രോഗം മൂർച്ഛിച്ചതും അവന്റെ കൂടെ രാത്രി മുഴുവൻ കൂട്ടായിരുന്നതും കുഞ്ഞൂട്ടനാ. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവര് മരിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? ഇപ്പൊ എന്താ കുഞ്ഞൂട്ടിന് ഇങ്ങനെ തോന്നലുണ്ടാവാൻ? ഇയാളുടെ കാശും വാങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന നിന്നോടൊക്കെ പറഞ്ഞാ മനസ്സിലാവില്ല. നിങ്ങൾ കിട്ടിയ കാശ് കൂറ് കാണിച്ചോ? പക്ഷേ നരേന്ദ്രൻ തമ്പി ഇതൊന്നും കണ്ടങ്ങനെ വരണ്ടു പോവില്ല. ഒന്നുമില്ലാതെ കുഞ്ഞൂട്ടൻ കേസിന് പോവാ പ്രസിഡന്റ്. ചന്ദ്രൻപിള്ള, ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവന് നോട്ട് കെട്ടിൽ കിട്ടിയ വേണ്ട നിൽക്കോ? അവനതിൽ വീണു. അവനെ വെച്ച് എനിക്കെതിരെ അപവാദ കഥകൾ പടച്ചുണ്ടാക്കിയത് നിങ്ങൾ ഈ നേതാവാ. ചന്ദ്രൻപിള്ള കുഞ്ഞൂട്ടന് പണം കൊടുത്താ പരാതി കൊടുപ്പിച്ചത്. നരേന്ദ്ര, അനാവശ്യം പറയരുത്. ഈ വൃത്തികെട്ട കളിയുമായി പോകുന്നത്ര ദൂരം താൻ പൊക്കോ. നരേന്ദ്രൻ തമ്പിക്ക് ഒരു ചുക്കും സംഭവിക്കില്ലടോ. താൻ കുപ്പായം തയ്ച്ചിരിക്കത്തേ ഉള്ളടോ. ചന്ദ്രൻപിള്ള, അധികാരം ജനങ്ങൾ എനിക്ക് തന്നതാ. ഒരു തെറ്റും ചെയ്യാത്ത കാലത്തോളം എനിക്കൊന്നിനെയും പേടിക്കണ്ട. നരേന്ദ്രൻ തമ്പി തന്നെ 5 വർഷം പെരുവണ്ണാവൂരം പഞ്ചായത്ത് ഭരിക്കും. നിങ്ങളൊക്കെ മുദ്രാവാക്യം വിളിച്ചോ? വാങ്ങിയ കാശിന് കൂട് കാണിക്കണ്ടേ? നരേന്ദ്ര, നിന്നെ ഞാൻ അധികകാലം വാഴിക്കില്ലടാ.
ലക്ഷ്മി പൂജ മംഗളമായിട്ട് കഴിഞ്ഞു. മനസ്സിന് നല്ല സന്തോഷം. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടിയ നിലയ്ക്ക് ഇനി ഈ കുടുംബത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. 26 വർഷങ്ങൾക്ക് ശേഷമാ എന്റെ മൂത്ത മകള് ലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുന്നത്. അപ്പോ അച്ഛനും ഞാനും വന്നത് മുത്തശ്ശിക്കാരിയാക്കുന്നില്ലേ? നീയല്ലേ മോളെ ഇനി ഈ കുടുംബത്തിന്റെ ഭാഗ്യം. ദിനേശേട്ടൻ വന്നപ്പോ തന്നെ പൂജ ഐശ്വര്യമായിട്ട് തീരുമെന്ന് എനിക്ക് തോന്നിയതാ. പൂജയിലല്ല കാര്യം, മനുഷ്യന്റെ പ്രവൃത്തികളിലാ. പ്രവൃത്തി നിന്നായ ഐശ്വര്യവും ഉണ്ടാവും. ആന്റി ആ പറഞ്ഞത് സത്യ. ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ദിനേശൻ മണ്ടനൊന്നും അല്ല. അല്ല സഞ്ജുയോട്? സഞ്ജു റൂമിലുണ്ട്, വാതിലടച്ചിരിക്കുക. അതെന്താ അവൻ വാതിലടച്ചിരിക്കുന്നത്? രാജു എന്ന് സഞ്ജുവിനോട് കൊണ്ടുവരാൻ പറ. പൂജ കഴിയുന്ന നിലയ്ക്ക് എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി മുത്തശ്ശ. സഞ്ജു വാതിൽ തുറക്കടാ. സഞ്ജു എടാ വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് സഞ്ജു. എടാ നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നു. സഞ്ജു ഇവനിതെന്താ പറ്റിയേ? സഞ്ജു. എന്താ രാജുട്ടാ? സഞ്ജു വാതിൽ തുറക്കുന്നില്ല. അയ്യോ, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അയ്യോ, അദ്ദേഹത്തിന് എന്താ പറ്റിയത്? താഴെ ചെന്ന് പറ രാജുട്ടാ. ആ ശരി. മുത്തശ്ശ, മുത്തശ്ശി, എത്ര വിളിച്ചിട്ടും സഞ്ജു വാതിൽ ഓർക്കുന്നില്ല. സഞ്ജു എന്തു പറ്റി? എല്ലാവരും ഒന്ന് വേഗം വാ. സഞ്ജു, 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 എന്താ പറ്റിയേ? സഞ്ജു, മോനെ സഞ്ജു, സഞ്ജു, സഞ്ജു സഞ്ജു, സഞ്ജു, വാതിൽ ഓർക്കടാ. സഞ്ജു, സഞ്ജു, എല്ലാരും ഇവിടെ ഒന്ന് വിളിക്കാം. സഞ്ജു, സഞ്ജു, എന്താ സഞ്ജു, എന്താ സഞ്ജുവിന്? എടാ എന്തു പറ്റി? വാതിലോർക്ക്. സഞ്ജുവിന് എന്താ പറ്റിയത്? സഞ്ജുവിന് പേടിക്കാനൊന്നുമില്ല. സഞ്ജു, എന്താ പറ്റിയേ? എന്റെ മോൻ എന്താ പറ്റിയേ? എടുത്തി ആര് വിളിച്ചിട്ട് സഞ്ജു കഥക് തുറക്കുന്നില്ല. അയ്യോ, എന്റെ മോൻ. മോനെ സഞ്ജു, അമ്മയെ വിളിക്കുന്നത്. വാതിൽ തുറക്ക് സഞ്ജു. വാതിൽ തുറക്കും മോനെ. മുത്തശ്ശ, ഞാൻ ചെല്ലും കൂടി നോക്കി. സഞ്ജു കെട്ടില് ബോധമില്ലാതെ കിടക്കുക. സഞ്ജു, ഈശ്വര, മോനെ സഞ്ജു. പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അറിയില്ല വല്യേച്ചി. ഡോക്ടറെ വിളിക്ക്. വിളിക്ക്. സഞ്ജു, 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 എന്ത് മുത്തശ്ശ? ചവിട്ടി തുറക്കടാ. മാറ്. അങ്ങോട്ട് മാറ്. സഞ്ജു, 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 മോനെ. സഞ്ജു, മോനെ, സഞ്ജു, സഞ്ജു, മോനെ, സഞ്ജു, എടാ സഞ്ജു, 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 എഴുന്നേക്കടാ. സഞ്ജു, മോനെ സഞ്ജു, സഞ്ജു കണ്ണു തുറക്ക് സഞ്ജു. സഞ്ജു, സഞ്ജു മോനെ, സഞ്ജു, 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 സഞ്ജു. അയ്യോ, നല്ല പനിയുണ്ട്. മോനെ കുറച്ച് വെള്ളം എടുക്കണം. സഞ്ജു, മോനെ സഞ്ജു, 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 സഞ്ജു എണീക്ക്. എന്റെ മോൻ എന്താ പറ്റി? അമ്മ
ഡോക്ടർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്തും. എന്താ അവന് പറ്റിയേ? പെട്ടെന്നുണ്ടായ പനിയെ. ഇനി പേടിക്കാനില്ല. ദേ കണ്ണു തുറന്നു. ദൈവമേ, അദ്ദേഹത്തിന്റെ ജീവന് ഒരു ദോഷവും വരുത്തല്ലേ. അദ്ദേഹത്തിന്റെ ജീവനെ വേണ്ടതെങ്കിൽ പകരം എന്റെ ജീവൻ എടുക്കണേ. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കൊടുക്കണേ. പേടിക്കാനൊന്നുമില്ല. പനി കുറഞ്ഞോളും. നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പെട്ടെന്ന് മോന് പനി വരാൻ എന്താ ഡോക്ടർ കാരണം? ഒന്നാമത് ജോലിയിലുള്ള സ്ട്രെസ് തന്നെയാണ്. പിന്നെ വർക്ക് സൈറ്റിൽ വെച്ച് സഞ്ജയ്ക്ക് ഒരു വീഴ്ച പറ്റിയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ഡോക്ടർ. അന്നത്തെ വീഴ്ചയിൽ തലയിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. ടെൻഷനൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ വീട്ടിലേക്ക് അയച്ചത്. അതൊന്നും പറഞ്ഞു കാണില്ല അല്ലേ? ഇല്ല ഡോക്ടർ. ഭയപ്പെടാൻ മാത്രമൊന്നുമില്ല. കുറച്ചു ദിവസം പുറത്തു പോകാതെ റെസ്റ്റ് എടുത്താൽ മതി. എല്ലാം നോർമൽ ആയിക്കോളും. ഉറങ്ങുകയാണെന്ന് കരുതി ഉണർത്താൻ ശ്രമിക്കണ്ട. റൂമിൽ ഒരാളെ നിന്നാ മതി. ശരി. ഒരാളെ വിട്ട് മെഡിസിൻ വാങ്ങണം. ഞാൻ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം. വരൂ. ശരി ഡോക്ടർ. മരുന്നിന്റെ സെഡേഷൻ കൊണ്ട് കുറെ സമയം ഉറങ്ങിന്ന് വരും. ഇതാരെങ്കിലും വിട്ട് വാങ്ങിപ്പിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ, ഞാൻ പോയിട്ട് വരാം. സഞ്ജുവിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പേടിയാവും അമ്മു. അദ്ദേഹം വേഗം സുഖപ്പെടും ചേച്ചി. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. സഞ്ജു ചെയ്തത് ദേവിക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല. അഭിഷേക തീർത്ഥവും കുങ്കുമവും താഴെ പോയില്ലേ? ദേവി ക്ഷമിക്കും. ചേച്ചി സങ്കടപ്പെടാതിരുന്നാ മതി. എനിക്ക് സഞ്ജുവിനെ ഒന്ന് കാണണം. അമ്മ വാ വാ. അമ്മേ, മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കും. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഇരിക്കും.